കുഞ്ഞ് ജനിക്കുക അല്ലെങ്കിൽ ഒരു അമ്മയാകുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ചില അമ്മമാർക്ക് ആ ഒരു സന്തോഷം അതിൻ്റെ ഫുള്ളായിട്ടുള്ള രീതിക്ക് അനുഭവിക്കാൻ പറ്റാതായി വരാറുണ്ട്. അത്തരമൊരവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അത് എന്തുകൊണ്ടൊക്കെ വരുന്നു, എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. ഹായ് ഓൾ, ഐ ആം അർഷാന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നത് ഒരു അമ്മയായതിനു ശേഷം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വളരെ മാനസിക പിരിമുറുക്കം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. വിഷാദ രോഗം എന്നതിനോട് വളരെ സാമ്യപ്പെട്ട എന്നാൽ പ്രസവത്തിന് ശേഷം വരുന്ന ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് സൈക്കോളജിയിൽ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സിൽ മേജർ ഡിപ്രസീവ് എപ്പിസോഡ് വിത്ത് പെരിപാർട്ടം ഓൺസെറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയിൽ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് വളരെയധികം മാനസിക പിരിമുറുക്കം, വിഷാദം, സങ്കടം, തന്നെപ്പറ്റി ഒട്ടും ഒരു മതിപ്പില്ലായ്ക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, കുട്ടിയോടൊട്ടും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാത്ത അത്തരം അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു പ്രസവത്തിന് ശേഷം പല സ്റ്റേജസിലൂടെ കടന്നു പോകാറുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ട് 80% കൂടുതൽ സ്ത്രീകൾക്കും കാണുന്ന ഒരവസ്ഥയാണ് ബേബി ബ്ലൂസ് എന്ന് പറയാറുണ്ട്. അതായത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ കുറച്ചുകൂടെ ഒരു താഴ്ന്ന അവസ്ഥ, അതായത് നമ്മൾ പ്രസവം കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ തുടങ്ങി അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന, 2 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകാത്ത 2 ആഴ്ചയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സങ്കടം, വിഷാദം അല്ലെങ്കിൽ കുട്ടിയോടൊരു സ്നേഹം തോന്നായിക, ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ളൊരു തോന്നലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരു 2 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകില്ല. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഇത് തിരിച്ചറിയാണ് അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ്, നമ്മൾ ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കൂടുതൽ തീവ്രമായി വരുമ്പോഴാണ് അതൊരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതൊരു ഡിപ്രസീവ് എപ്പിസോഡ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജ് തന്നെയാണ്. ഈ ഒരു അവസ്ഥയിൽ അമ്മയ്ക്ക് വളരെയധികം വിഷാദം, അതേപോലെ തന്നെ വളരെ സങ്കടം, എപ്പോഴും കരയണം എന്നുള്ള തോന്നൽ ഉണ്ടാവാറുണ്ട്. എപ്പോഴും ആരോടും ഒരു സന്തോഷിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വരുന്ന ഒരാളോട് നമുക്ക് മിണ്ടാൻ പറ്റാതെ, സ്വന്തം പാർട്ട്ണറിനോട് പോലും ആ ഒരു എഫെക്ഷൻ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഒരു 2 ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ 2 ആഴ്ചയുടെ ഉള്ളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. 1 വർഷം വരെ നീണ്ടു നിൽക്കാനുമുള്ള ചാൻസസ് ഉണ്ട്. പ്രസവം കഴിഞ്ഞ് 1 വർഷം വരെ നീണ്ടു നിൽക്കാനുള്ള ചാൻസസുകളുണ്ട്. ഇതിലും ഭീകരമായിട്ടുള്ള കുറച്ചുകൂടെ കൂടിയ ഒരവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നുള്ളത്. പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു സൈക്കാട്രിക് അറ്റൻഷൻ വേണ്ടിയ ഒരവസ്ഥയാണ്. ഇതിൽ നമ്മൾ ഡെലൂഷൻസ്, ഹാലൂസിനേഷൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അപകടമായിട്ടുള്ള ശ്രമങ്ങൾ, അതായത് ഒന്നെങ്കിൽ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിക്കാനുള്ള തോന്നലുകൾ, സ്വന്തമായിട്ട് ഉപദ്രവിക്കാനുള്ള തോന്നലുകൾ, സെൽഫ് ഹാമിങ് ബിഹേവിയർ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് ഏത് സ്റ്റേജിലാണ് അമ്മ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അതായത് സൈക്കോളജിക്കലായിട്ടും സോഷ്യലായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ബയോളജിക്കലി പറയുന്ന ഒരു കാരണമാണ് ഹോർമോണിൽ ഉണ്ടാവുന്ന വ്യതിയാനം എന്നുള്ളത്. ഈ ഒരു പ്രഗ്നൻസി സമയത്ത് ഈ ഒരു അമ്മ ഭയങ്കരമായിട്ടുള്ള ഹോർമോൺ ചേഞ്ചസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഡെലിവറി സമയത്ത് പെട്ടെന്നൊരു ഡെലിവറി കഴിയുമ്പോൾ ഈ ഒരു ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ സഡനായിട്ട് ഉണ്ടാവുകയാണ്. അതിൽ ഹോർമോണിൽ പെട്ടെന്നൊരു ഇടിവ് അല്ലെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസിൽ വളരെ ഇടിവ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഒറ്റ ഡിക്ലൈൻ അല്ലെങ്കിൽ പെട്ടെന്ന് അത്രയും ഹൈ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു താഴ്ച വരുമ്പോൾ അത് ആ ബോഡിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതലാവുകയും അത് പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഈസ്ട്രോജനിലും പ്രൊജസ്ട്രോണിലും ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ ഒരു വളരെ സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത വിഷാദം എന്നുള്ള അവസ്ഥയിലേക്ക് ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ ഒരു അമ്മയെ നയിക്കുന്നത്.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഈ പാരൻസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചുറ്റുമുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന സപ്പോർട്ട്. നമുക്കൊരു അറിയാം, ഒരു കുട്ടി ജനിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളുമായിട്ട് കുടുംബക്കാരും അല്ലെങ്കിൽ മറ്റുള്ളിടത്തു നിന്നൊക്കെ പല ആൾക്കാരും വരാറുണ്ട്. കുട്ടിക്ക് അങ്ങനെ പറ്റി, കുട്ടിക്ക് ഇങ്ങനെ പറ്റി, നീ തടിച്ചിട്ടില്ല, നീ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, നീ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, കുട്ടിയെ കാണാൻ അങ്ങനെയാണ്, കുട്ടിക്ക് ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല, നിറം പോരാ, അത്തരം പറിച്ചിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പല ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ അമ്മയിലേക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ അനുഭവിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു കറക്റ്റ് ഇങ്ങനത്തെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഫാമിലിയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ പാർട്ട്ണറുടെ അടുത്തുനിന്ന് കറക്റ്റായിട്ടൊരു സപ്പോർട്ട് കിട്ടിയില്ല, അവരും ഈ ഒരു കുറ്റപ്പെടുത്തലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു സ്ത്രീ അല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് വളരെ ഒരു നൂൽപ്പാലത്തിൽ കൂടെ നടന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഈ ഒരു കാലങ്ങളിൽ നമ്മൾ ഉണ്ടാവുക. അതായത് നമ്മൾ കുട്ടീനെ നമ്മൾ എങ്ങനെ നോക്കും, അല്ലെങ്കിൽ എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇതിന് ശേഷം ചേഞ്ച് ആവുമോ എന്നൊക്കെയുള്ള പേടി വളരെയധികമായിട്ട് ഈ ഒരു പാരൻസിന് അല്ലെങ്കിൽ ഒരു മദറിന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സ്വന്തം കരിയറിനെ പറ്റി അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിനെ പറ്റിയൊക്കെ ഇവർക്ക് ഭയങ്കര ആങ്സൈറ്റി, പേടി, ഇതിന് ശേഷം എങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിതം എന്നിവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ സമയത്ത് തന്നെ കുട്ടി എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ലേ, കുട്ടിയുടെ കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ, ഞാൻ ഒരു നല്ല അമ്മയാണോ എന്നുള്ള ചിന്തകളും ഇവർക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്വന്തം ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ ഇവർ നേരിട്ട് കാണുന്നതുകൊണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ആകെ രസമില്ലാതായി, എൻ്റെ ഭംഗിയൊക്കെ പോയി, എൻ്റെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഇനി ആർക്കും എന്നെ പാർട്ട്ണർക്ക് എന്നെ ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ള രീതിക്കൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു ആങ്സൈറ്റി, സങ്കടം, അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് നയിക്കാനുള്ള ഒരു ചാൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് ക്ഷീണം, ശരീരത്തിന് വേദന, അതേപോലെ തന്നെ ഉറക്കക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതും ഈ ഒരു അവസ്ഥയിലേക്കുള്ള ചാൻസ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന മുന്നേ ഇത്തരം ഏതെങ്കിലും ഒരു അവസ്ഥ, ഒന്നെങ്കിൽ ട്രോമയാകാം, സ്ട്രെസ്സാകാം, ഡിപ്രഷനാകാം, ഇങ്ങനെ ഇത്തരത്തിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ മുന്നേ അനുഭവിച്ച ഒരാളാണ് ഈ അമ്മ എന്നുണ്ടെങ്കിൽ അതും ഇതിലേക്കുള്ള ഒരു റീസൺ തന്നെയാണ്. ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ഈ ഒരു അമ്മയ്ക്ക് പല രീതിക്കായിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പല രീതിക്കായിരിക്കും ഇവർ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവുക. ഇത് കറക്റ്റായിട്ട് മറ്റുള്ള ചുറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ഇതിന് കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതൊരു ഓവർകം ചെയ്യാനും പറ്റുന്നൊരവസ്ഥയാണ്. പ്രധാനമായിട്ടും ഇവർക്ക് എപ്പോഴും സങ്കടമായിരിക്കും, എപ്പോഴും സങ്കടം, അതേപോലെ എപ്പോഴും കരയണം എന്നുള്ള തോന്നൽ, കാരണമില്ലാതെ ഇരുന്ന് ഇങ്ങനെ കരയൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ഒന്നെങ്കിൽ ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കം, ഈ രണ്ട് കണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഈ അമ്മ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഉറക്കക്കുറവ് പറഞ്ഞതുപോലെ തന്നെയാണ് വിശപ്പിൻ്റെ കാര്യം. ഒന്നെങ്കിൽ അമിതമായിട്ടുള്ള വിശപ്പ്, എന്നിട്ട് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഓവറായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ജങ്ക് ഫുഡൊക്കെ വേണം എന്ന് തോന്നുക, ജങ്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒട്ടും വിശപ്പില്ലായ്ക വരിക, ഒരു ആവശ്യത്തിന് ആ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസിന് വേണ്ട കഴിക്കേണ്ട അത്ര പോലും കഴിക്കാതിരിക്കുക, വിശപ്പിൽ തോന്നാതിരിക്കുക. മറ്റൊന്നാണ് വളരെ എനർജി കുറഞ്ഞ അവസ്ഥ. ഇവർക്കൊന്നും ചെയ്യാൻ എനർജി ഉണ്ടാവില്ല, സ്വന്തം കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ പോലും ഇവർക്കൊരു എനർജി ഉണ്ടാവില്ല, ഇവർക്ക് എപ്പോഴും ഒരു ക്ഷീണവും കാര്യങ്ങളും അനുഭവപ്പെടുക. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് കുട്ടിയുമായിട്ട് ഒട്ടും ഇമോഷണൽ കണക്ഷൻ തോന്നാതിരിക്കുക, ഫിസിക്കലിയോ അല്ലെങ്കിൽ ഇമോഷണലി ആയിട്ട് കുട്ടിയായിട്ട് ഒട്ടും കണക്ഷൻ തോന്നാതിരിക്കുക. ഇതെൻ്റെ കുട്ടിയല്ല, എനിക്ക് കുട്ടി വേണ്ട, ഇവർ വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്, ഞാൻ ഈ ഒരു മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതെന്നൊക്കെയുള്ളൊരു തോന്നലിൽ കുട്ടിയായിട്ട് ഒട്ടും സ്നേഹം തോന്നാതിരിക്കുക. ആ സ്നേഹം തോന്നാതിരിക്കുന്നതിലൂടെ മറ്റുള്ള അമ്മമാർക്കൊക്കെ നല്ല കുട്ടികളോട് സ്നേഹമാണല്ലോ, എനിക്ക് മാത്രം എന്താ എൻ്റെ കുട്ടീനെ ഇഷ്ടമല്ലാത്തത് എന്നുള്ള തോന്നലും ഇവർക്ക് ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി പോലെയുള്ള ഈ ഒരു അവസ്ഥയിൽ കൂടാനും സ്ട്രെസ്സ് കൂടാനും ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ കുറ്റബോധം,
വളരെയധികം കുറ്റബോധം തോന്നുക, ഞാൻ ഓക്കെ അല്ലേ, ഞാനിപ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ശരിയല്ല, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടിയെ ഞാൻ തീരെ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ ബോഡി തീരെ നല്ലതല്ല, ഇനി എൻ്റെ പാർട്ട്ണർക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല, ഞാനൊരു നല്ല അമ്മയല്ല എന്നുള്ള രീതിക്കുള്ള ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം അവർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് ഒന്നിലും ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റായ്ക, തീരെ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ. ഒരു കാര്യങ്ങളും ഇവർക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇവർ ചെയ്യുന്ന പലതും തെറ്റായി പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ പല ചിന്തകളും കാര്യങ്ങളും ഇവർ ചെയ്യുന്നതും ഒക്കെ മണ്ടത്തരങ്ങൾ ആയി പോകുന്നത് പോലെ ആയി പോവാറുണ്ട്. അതുപോലെ തന്നെ മുന്നേ നമ്മൾ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തന്നിരുന്ന ഒരു കാര്യത്തിൽ പോലും ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സന്തോഷമോ കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ പാർട്ട്ണറിൻ്റെ സാമീപ്യം പോലും ചിലപ്പോൾ ഭയങ്കര അരോചകമായി തോന്നുക, കുട്ടികളെ തീരെ ഇഷ്ടമല്ലാണ്ടായി തോന്നുക, ഫാമിലീൻ്റെ ഒരു സപ്പോർട്ടില്ല, അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെ കറക്റ്റായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റാതിരിക്കുക, ഫാമിലിയൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിൽ കറക്റ്റായിട്ട് പങ്കെടുക്കാൻ പറ്റാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും വേറൊരു കാര്യമാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് സെൽഫ് ഹാം അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അത്തരം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുട്ടീനെ ഹാം ചെയ്യാനുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അപകടം എന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലായിരിക്കും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള ഈ അവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരിക്കലും ഈ അമ്മയെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇവർക്ക് ഈ കുട്ടിയെയും അതേപോലെ ഇവരുടെ ചുറ്റുമുള്ള ആളുകളെ, മെയിനായിട്ട് പാർട്ട്ണറിനെ, ഫാമിലിനെ ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. ഈ ഒരു അമ്മ ഈ ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോകുമ്പോൾ കുട്ടിയുമായിട്ട് ഒരു ഇമോഷണൽ ബോണ്ടിങ് അല്ലെങ്കിൽ കുട്ടിക്ക് കറക്റ്റായിട്ട് ഫീഡിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട്. ഇത് കുട്ടികളിലും ന്യൂട്രീഷനിലുള്ള പ്രശ്നങ്ങൾ, അതായിട്ട് അമ്മയായിട്ടൊരു കണക്ഷൻ കിട്ടാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണറുമായിട്ട് പ്രശ്നങ്ങൾ, ചെറിയ കാര്യങ്ങൾക്ക് പോലും പാർട്ട്ണറിനോട് ഭയങ്കരമായിട്ട് തട്ടിക്കയറുക, ആളെ തീരെ ഇഷ്ടമല്ലാണ്ടാവുക, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ പാർട്ട്ണർക്കും ഭയങ്കര പ്രശ്നമായിരിക്കും. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്നോട് പെരുമാറുന്നത്, ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇങ്ങനെ പറഞ്ഞതിനാണോ ഇവൾ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്നുള്ള രീതിക്ക് പാർട്ട്ണറും ചിന്തിക്കും. അതുപോലെ തന്നെ ഫാമിലിയും ഇവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും ചിലപ്പോൾ ഈ ഒരു സ്ത്രീക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയും അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, തട്ടിക്കയറും, തർക്കുത്തരം പറയുന്ന രീതിക്കൊക്കെ ഇവർ തിരിച്ചു പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഫാമിലിയും ചിന്തിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവൾ ഈ ഒരു രീതിക്കാണ് എന്നോട് പെരുമാറുന്നത്, തീരെ ഒരു എന്താ പറയുക നന്ദിയില്ലാത്തവളാണ് എന്നുള്ള രീതിക്കൊക്കെ ഫാമിലിയും ചിന്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കുട്ടിയെയും പാർട്ട്ണറിനെയും അമ്മയെയും ഫാമിലിയെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. ഈ ഫാമിലിയാണ് ഇതിൽ മെയിനായിട്ടുള്ള റോള് വഹിക്കുന്ന ആൾ. കറക്റ്റായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു സമയത്ത് ഇവരിങ്ങനത്തെ ഓരോ കാരണങ്ങൾ അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുള്ള സിംറ്റംസൊക്കെ കാണിക്കുന്ന സമയത്ത് അത് അവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റം പറയുക, അത് അവരുടെ കുറ്റമാണ് എന്നുള്ള രീതിക്ക് പറയാതെ ഇത് കറക്റ്റായിട്ട് ഇതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇവർ ഇന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫാമിലി ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊരിക്കലും പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ഒരു ക്ലിനിക്കലിലൊക്കെ ഇങ്ങനെ പറയുന്നതാണ്, ഇതൊരു ഭ്രാന്താണെന്ന് ആൾക്കാർ വിചാരിക്കില്ല. ഇപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണ് ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് പറയും എന്നുള്ള രീതിക്ക്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ ഒരു കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇതൊരു ഭയങ്കരമായിട്ട് വേഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്കത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുന്ന പോലെ തന്നെ സൈക്കോ തെറാപ്പീസ്, സൈക്കോ എഡ്യൂക്കേഷൻസ്, CBT പോലെയുള്ള തെറാപ്പി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വേണ്ടി വന്നാൽ, അതായത് ഈ ഡിപ്രഷൻ വളരെയധികം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് പോലെയുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരാറുണ്ട്. ഫാമിലി സപ്പോർട്ട്, പാർട്ട്ണറുമായിട്ടുള്ള സപ്പോർട്ട്, ഈ ഒരു രീതിക്കൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻസ് എടുക്കുക, നമ്മളുടെ സ്ലീപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അതേപോലെ ഫാമിലി പാർട്ട്ണർ എപ്പോഴും കൂടെ ഉണ്ടാവുക, കൂടെ ഉണ്ടായി എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക.
ഒരിക്കലും ഇവർ മനസ്സിലായിട്ട് ഇതെല്ലാവർക്കും ഉള്ളതാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള വാക്കുകളൊന്നും ഇവർക്കൊരിക്കലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിയിലൂടെ പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവരോട് കറക്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൈക്കോ എഡ്യൂക്കേഷൻ വഴി ഫാമിലിക്ക് അല്ലെങ്കിൽ പാർട്ട്ണർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ മേ ബി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പറയാറുണ്ട് ഒരു 80% മുകളിൽ സ്ത്രീകൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒട്ടും ആരും തിരിച്ചറിയപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിക്ക് ഇവർ എത്തുന്നുണ്ടാവില്ല. ഈ ഒരു പ്രശ്നത്തിലൂടെ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുള്ള ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലിങ്ങിന് സഹായം തേടേണ്ടതാണ്. ഇത്തരം എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.